സർ, കെ ബി ഗണേഷ് കുമാറും NSS നേതൃത്വവും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു വിവാദത്തിന് കാരണം NSS ഡയറക്ടർ ബോർഡ് നിന്നും ഗണേഷ് കുമാറിനെ മാറ്റിയതായിരിക്കുമോ? ഈ നായന്മാരെ കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. അത് നായന്മാരെ മൊത്തമല്ല പറയുന്നത്, നായന്മാരുടെ അധിപനായിട്ടിരിക്കുന്ന നമ്മുടെ പെരുന്നയിലെ യഥാർത്ഥ നല്ല കൂടിയ നായരെ പറ്റിയാണ് പറയുന്നത്. ഈ പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഈ നായന്മാരെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് കേട്ടോ, കവിതയിലൂടെ. നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല, ആയത് കേട്ട് കലമ്പിച്ചെന്ന് അങ്ങ് അവൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു, അതുകൊണ്ട് അരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു. ഈ നമ്പ്യാര് കുഞ്ചൻ നമ്പ്യാർ ഈ ഏറ്റവും കൂടുതൽ പരിഹസിച്ചിട്ടുള്ള സമുദായം നായന്മാരെയാണ്. ചിലപ്പോൾ അന്നെങ്ങാനും സുകുമാരൻ നായർ ഉള്ള ആളായിരുന്നുവെങ്കിൽ സുകുമാരൻ നായർ നമ്പ്യാരെയും നന്നായിട്ട് വിമർശിക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. സുകുമാരൻ നായരുടെ വിചാരം ഏത് നായരെ അങ്ങ് കയറി അങ്ങ് ഭരിക്കാമെന്നാണ്. എന്ത് നായന്മാരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഈ സുകുമാരൻ നായർക്കാണോ? ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സുകുമാരൻ നായർ എന്നുള്ളതിൽ ആൾക്കാർ ചിലപ്പോൾ ആ ചില്ലക്ഷരം അങ്ങ് എടുത്ത് കളഞ്ഞെന്നിരിക്കും. ഇദ്ദേഹം പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി ഇപ്പം ഗണേഷ് കുമാർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി അങ്ങനെ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഗണേഷ് കുമാറിന് ഡയറക്ടർ ബോർഡ് അംഗത്വം ഒതുക്കി കൊടുത്തില്ല. അദ്ദേഹം നേതൃത്വം നൽകിയ പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. ഈ പത്തനാപുരത്തെ ഗണേഷ് കുമാറിൻ്റെ തോൽവിയുടെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ NSS തന്നെയാണ്. NSSനെ അല്ലെങ്കിൽ നായന്മാരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശവും ഒക്കെ ഉണ്ടായി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു MLA എന്നുള്ള രീതിയിൽ, ഒരു മന്ത്രി എന്നുള്ള രീതിയിലും ഗണേഷ് കുമാർ നല്ലവൻ തന്നെയാണ്. ഗണേഷ് കുമാറിൻ്റെ മറ്റ് സ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കേ, അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മളെ ആരും ഒന്നും ശല്യപ്പെടുത്താൻ വന്നിട്ടില്ലല്ലോ. നല്ല MLA ആണ്. 5 തവണയായിട്ട് പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ആളാണ്. അങ്ങനെ വിജയിക്കുന്നത് അപൂർവം പേരേ ഉള്ളൂ. അപ്പം റാന്നി മണ്ഡലത്തിൽ നിന്ന് രാജു എബ്രഹാം CPMൻ്റെ, ഒരു കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ്, അദ്ദേഹം ഇത്തവണ പരാജയപ്പെട്ടു പോയി. അപ്പം ഇങ്ങനെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഗണേശനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തെ നന്നായിട്ട് സംരക്ഷിക്കുന്ന ഒരാളാണ്. പല വകുപ്പുകളും ഇദ്ദേഹം കൈകാര്യം ചെയ്തു. പ്രധാനമായിട്ടും KSRTC, അതുപോലെ തന്നെ സിനിമാ മന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നിട്ടുണ്ട്. ഈ 2 വകുപ്പുകളും നന്നായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു. KSRTCയിൽ വലിയ പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നതും അത് വളരെ തൻ്റെ ഇടത്തോടുകൂടി ചെയ്തതും ഗണേഷ് കുമാർ തന്നെയാണ്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഗണേഷ് കുമാർ പറയുന്നുണ്ട് സുരേഷ് ഗോപിയെ വിമർശിച്ചത്. സുരേഷ് ഗോപി സിനിമാക്കാരൻ മാത്രമല്ല, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. സിനിമാക്കാരൻ മുമ്പേ ആയതായിരിക്കാം, പക്ഷേ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. VD സതീശന് മോശമായ രീതിയിൽ സംസാരിക്കുന്നു സുകുമാരൻ നായർ. അപ്പം അത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ കാണാൻ ചിലപ്പോൾ സമയം ചോദിക്കുന്ന സമയത്ത് സുകുമാരൻ നായർ വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കൊടുക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഈ നായർ സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന മുൻകാലങ്ങളിൽ പലരും ഇരുന്നിട്ടുണ്ടല്ലോ, അവർക്കില്ലാത്ത തരത്തിലുള്ള ഒരു അഹന്തയാണ് സുകുമാരൻ നായർക്കുള്ളത്. പണ്ട് തോപ്പിൽ ഭാസി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന പൗരപ്രമാണിമാരെ തോപ്പിൽ ഭാസിയോടെ ചെന്ന് പറഞ്ഞു, നമുക്ക് മന്നത്ത് പത്മനാഭനെ ഒന്ന് പോയി കാണണം. മന്നത്ത് പത്മനാഭനാണെന്ന് NSS ജനറൽ സെക്രട്ടറി. കാരണം നായർ സമുദായത്തിൻ്റെ പിൻബലം വേണമല്ലോ. അപ്പോൾ തോപ്പിൽ ഭാസി പറഞ്ഞു, അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറയുക എന്ന് പറഞ്ഞു. ഇതാരോ മന്നത്തിൻ്റെ സിൽബത്തികൾ ആരോ അവിടെ ചെന്ന് ചെവിയിൽ ഓതിക്കൊടുത്തു. മന്നത്ത് പത്മനാഭൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്, അവനാണാണ് എന്ന് മറുപടി പറഞ്ഞു. ശരിയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള സമുദായ നേതാക്കന്മാരുടെയൊക്കെ തിണ്ണനിരങ്ങാൻ പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ട് MA വേവി ഉണ്ടല്ലോ, CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹം ഈ കോൺഗ്രസ്സുകാരെ പരിഹസിക്കുമായിരുന്നു. രൂപതകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞു, രൂപത എന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പം ഈ CPMകാരും ഒക്കെ എന്താണ് ചെയ്യുന്നത്?
ഈ ബിഷപ്പുമാരുടെയൊക്കെ കൈമുത്തുന്നു, പാദം കഴുകുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരാരും തന്നെ പിന്നെ മോശക്കാരൊന്നും അല്ല. അപ്പം സൗകര്യം കിട്ടുമ്പോൾ ഇവരെല്ലാം അങ്ങ് പരിഹസിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സുകുമാരൻ നായർക്ക് ഇപ്പോൾ ഗണേശൻ മറുപടി കൊടുത്തിരിക്കുന്നത്, ഗണേശൻ പലതരത്തിൽ അരിശം കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നായരുടെ ആ ഒരു അരിശം മുഴുവൻ ഇപ്പോൾ ഗണേശനിലുണ്ട്. കാരണം LDFന്റെ വൻ പരാജയം, പിന്നെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പാണ് അല്ലേ, അത് ഇല്ലാതാകുന്നു. കേരള കോൺഗ്രസ് ഇതൊക്കെ ഒറ്റയാൾ പട്ടാളങ്ങളാണ്, ഇതൊക്കെ അങ്ങ് ഇല്ലാതാകുകയാണ്. അപ്പൊ ഗണേശന് മറ്റ് സ്ഥാനമാനങ്ങൾ ഇല്ലാതാകും. അപ്പൊ ഇതൊന്നും അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ജീവിക്കുക, അത് വേറെ കാര്യം. പക്ഷെ അതല്ല, സ്ഥാനമാനങ്ങൾ ഇത് ഇവർക്ക് ഒന്നുകൂടെ ഒരു ഭൂഷണമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാതെ വരുമ്പോഴുള്ള അസ്വസ്ഥത മുഴുവൻ ഇപ്പോൾ അങ്ങോട്ട് പ്രകടമായിരിക്കുകയാണ്. അപ്പോൾ VD സതീശനെ അനുകൂലിച്ചുകൊണ്ടും ഒക്കെ അങ്ങോട്ട് സംസാരിക്കുകയാണ്. അതിൽ നിന്നിപ്പോൾ നമുക്കൊരു സംശയം വരാം, ഒരുപക്ഷെ അങ്ങോട്ടേക്ക് UDFിലേക്കൊരു കോൺഗ്രസിലേക്ക് ഒന്ന് അടുത്ത് നിൽക്കാനുള്ള ഒരു താല്പര്യമാണോ എന്ന്. എന്തായാലും കോൺഗ്രസ്സുകാർ അങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല, അത് വേറെ കാര്യം. ഗണേശനോട് അത്തരത്തിലുള്ള ദേഷ്യവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ NSSനകത്ത് ഇത്തരത്തിലുള്ള ഇപ്പൊ സുകുമാരൻ നായർ പറയുന്നത് ഗണേശന്റെ നേരെ ആക്രോശിക്കുന്നുണ്ട്, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്ത് പറഞ്ഞാലും ഗണേശൻ നായരാണല്ലോ. അപ്പം ആ നായർ സമുദായത്തിന്റെ കാര്യങ്ങൾ, ആ നായർ സമുദായത്തിന്റെ പരമാധികാരത്തോടുകൂടി ഇരിക്കുന്ന ആളിന് അടുക്കൽ ചോദ്യം ഉന്നയിക്കാനുള്ള അവകാശം ഗണേഷ് കുമാറിനുണ്ട്. അത് തന്നെയാണ് ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പെരുന്നയില് അവിടെ മന്നസമാധിയിൽ ആർക്കും പ്രവേശിക്കാൻ തന്നെ തുറന്നിടണം, അതാണ് വേണ്ടത്. മന്നത്തോപ്ലാഭനൊക്കെ ഒരു മതേതര സ്വഭാവം ഉണ്ടായിരുന്നു, അല്ലാതെ നായർ സമുദായത്തെ മുറുകെ കെട്ടിപ്പിടിച്ച് ഇരുന്നവരൊന്നും അല്ല. അതെല്ലാവർക്കും വേണ്ടി തുറന്നിടുക എന്നുള്ളതാണ്. അവിടെ എന്തെല്ലാം തരത്തിലുള്ള ബഹളമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കൽ സുരേഷ് ഗോപിയെ ഇറക്കി വിട്ടിട്ടുണ്ട്, പറയാതെ വന്നു കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ യഥാർത്ഥ ഒരു മൂത്ത തനി നായരുടെ എല്ലാ തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവവും ഈ സുകുമാരൻ നായർക്കുണ്ടെന്നുള്ളതാണ്. അത് ഈ നായർ സമുദായത്തിന്റെ വലിയ ഒരു പതനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് കേരളത്തിലുള്ള നായന്മാർ മുഴുവൻ സുകുമാരൻ നായർക്ക് ഇദ്ദേഹത്തിന് പിന്തുണയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിനോടാണ് സകല തരത്തിലുള്ള അരിശവും നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് NSSന്റെ പതനത്തിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് NSSന്റെ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ തന്നെ. കോളേജ് ആയാലും സ്കൂളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരാം വണ്ണം നോക്കി നടത്താൻ കഴിവില്ലാത്ത ഒരാളെയാണ് നായർ സമുദായത്തിൻ്റെ അമരക്കാരനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ചോദ്യം ചെയ്യാൻ നായർ സമുദായത്തിൽ നിന്ന് പലരും തയ്യാറെടുത്ത് വരും. അപ്പൊ ഗണേശന്റെ ശബ്ദം ഇനി ഉയരണം, അതാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ സുകുമാരൻ നായർ പഠിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.